ഭിന്നശേഷി കുട്ടികൾക്കായി ഡൽഹിയിലേക്ക് ഒരുക്കിയ ടൂറിന് ജില്ലാ സാമൂഹിക നീതി വകുപ്പ് സഹായങ്ങൾ നിഷേധിച്ചെന്ന് പരാതി. കേരള ഹൌസിൽ താമസ സൗകര്യം ആവശ്യപ്പെട്ടുള്ള അപേക്ഷ നിരസിക്കാൻ കാരണം സാമൂഹിക നീതി വകുപ്പ് ഓഫീസറുടെ ഇടപെടലാണെന്നാണ് പരാതി. കഴിഞ്ഞ ദിവസമാണ് കുന്നമംഗലം നരിക്കുനി മേഖലകളിലെ ഭിന്നശേഷി കുട്ടികൾ ഉൾപ്പെടെ 34 പേർ ഡൽഹിയിലേക്ക് യാത്ര പുറപ്പെട്ടത്. കേരള ഹൌസിൽ താമസ സൗകര്യം ഉൾപ്പെടെ തേടിയെങ്കിലും നിരസിക്കപ്പെട്ടു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ നിവേദനം നൽകിയിരുന്നു. ഇത്രയും ആളുകൾ പോകുന്നുണ്ട്, അപ്പോൾ 11 പേരൻസിനും 11 ഭിന്നശേഷി കുട്ടികൾക്കെങ്കിലും അവിടെ സൗജന്യമായിട്ട് താമസം തരണമെന്ന് പറഞ്ഞിരുന്നു. അത് അനുഭാവം പരിഗണിക്കുകയും കളക്ടറോട് റിപ്പോർട്ട് ചോദിക്കുകയും ചെയ്തു. പക്ഷേ സാമൂഹ്യ നീതി ഓഫീസർ വളരെ മോശമായിട്ട് ഞങ്ങളെയൊക്കെ അപമാനിക്കുന്ന രീതിയിൽ, വ്യക്തമായിട്ട് എന്നെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർക്ക് കൊടുത്തു. ഭിന്നശേഷി കുട്ടികളുടെ യാത്രയ്ക്ക് വേണ്ട സഹായങ്ങൾ നൽകണമെന്ന ജനപ്രതിനിധികൾ ഉൾപ്പെടെ കത്ത് നൽകിയെങ്കിലും ഒന്നും ലഭിച്ചില്ല. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഹാപ്പിയാണ് ഒരുപാട്. പക്ഷേ നമുക്ക് നേരിട്ടത് ആ ഒരു സന്തോഷത്തിൻ്റെ ഒരു രൂപത്തിലായിരുന്നില്ല. നമുക്ക് കിട്ടിയ പരിഗണനയും കാര്യങ്ങളും ഒന്നും എല്ലായിടത്തും നമുക്ക് എന്താ പറയുക, ഒരു അവഗണനാ രൂപത്തിലായിരുന്നു. അത് യാത്രയിലാണെങ്കിലും ചെറിയ രൂപത്തിലൊക്കെ ഈവൻ ഡിസേബിൾഡ് കോച്ചിൽ മറ്റുള്ളവരെ തള്ളിക്കയറ്റും, അവരുടെ ചീത്ത കേൾക്കുന്ന ഒരവസ്ഥയുണ്ടായി. അത് കഴിഞ്ഞ് എത്തി നോക്കുമ്പം കേരള ഹൗസിൽ എത്തിയപ്പോൾ ഈ ഒരു രൂപത്തിലുള്ള പരിഗണന കേവലം 600 രൂപ ഒരു മാസത്തേക്കാണ്, ദിവസം 20 രൂപ. ഈ ഒരു എമൗണ്ട് പോലും വർഷങ്ങളുടെ കുടിശ്ശികയായിട്ട് കിടക്കുകയാണ്. ഇത് കൊടുക്കാനുള്ള നടപടിയും ഇതുവരെ കൊടുക്കും എന്നുള്ള വാർത്തകൾ വരുന്നു എന്നല്ലാതെ അതുപോലും നേരാവണ്ണം കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. പെൻഷൻ ആണെങ്കിലും പല മാസങ്ങളും മുടങ്ങിയിട്ടാണ് കിട്ടുന്നത്. സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനുൾപ്പെടെ പരാതി നൽകി കാത്തിരിക്കുകയാണ് കുട്ടികളുടെ രക്ഷിതാക്കളും സാമൂഹിക പ്രവർത്തകരും. റിപ്പോർട്ടർ, കോഴിക്കോട്.